ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ മുഖമായി വിവിധ രാജ്യങ്ങളിൽ പര്യടനം നടത്തുകയാണ് ശശി തരൂർ എം പി. അതുമാത്രവുമല്ല, നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നുമുണ്ട് വാനോളം. അദ്ദേഹം പറയുന്നത് രാജ്യമാണ് വലുത്, അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പ്രസ്താവനയും തള്ളിക്കളയുന്നു. ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയേക്കും. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാകും പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശശി തരൂരിനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്ന് KPCC ആവശ്യപ്പെടും എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. ഇതോടുകൂടി ശശി തരൂർ MP സ്ഥാനം രാജിവെക്കും എന്നുള്ള അഭ്യൂഹത്തിന് കരുത്തു പകർന്നിരിക്കുന്നു. ഒപ്പം തന്നെ ശശി തരൂരിനെ കാത്ത് രാജ്യത്തിലെ ചില ഉന്നത സ്ഥാനമാനങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP ശശി തരൂരിനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2027 ജഗ്ദീപ് ധൻഖർ, ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഖറിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതിനുശേഷം ആ പദവിയിലേക്ക് ശശി തരൂരിനെ പരിഗണിച്ചേക്കും. അതിനു മുമ്പ് രാജ്യത്തിന്റെ പ്രധാന ഏതെങ്കിലും ഒരു പദവി ശശി തരൂരിന് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിവരം. ഏതായാലും BJPയിൽ ശശി തരൂർ ജോയിൻ ചെയ്യില്ല എന്ന് തന്നെയാണ് ശശി തരൂരിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ശശി തരൂർ തിരുവനന്തപുരത്തെ MP സ്ഥാനം രാജിവെച്ചാൽ അവിടെ BJPക്ക് പ്രതീക്ഷകൾ ഏറും. കഴിഞ്ഞ തവണ 15,000 വോട്ടിനാണ് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ രാജീവ് ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്തിയത്. ഏതായാലും ശശി തരൂർ ഇല്ലാതെ തിരുവനന്തപുരത്ത് ഒരു പോരാട്ടത്തിന് BJP ഇറങ്ങുമ്പോൾ വിജയം അനായാസമാകുമെന്ന് BJP ക്യാമ്പുകളും വരുന്നു. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ച് ഒരു ഉന്നത പദവി BJP ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പാർട്ടിയിൽ ഒക്കെ ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കില്ല, പകരം ഇങ്ങനെ ഒരു പോസ്റ്റ് എടുത്തുകൊണ്ടാണ്. ഇനി ഭാവിയിൽ അദ്ദേഹത്തിന് നീക്കമറിയില്ല, രാഷ്ട്രീയമാണ് എന്തും സംഭവിക്കാം. ന്യൂസ് ഡെസ്ക്.